സ്കൂൾ കലോത്സവത്തിൽ സ്വാഗതഗാനത്തിന് ദൃശ്യാവിഷ്കാരമൊരുക്കിയ സംഘപരിവാർ അനുകൂല സംഘടനയായ മാതാ പേരാമ്പ്രയ്ക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിലക്ക്. മാതാ പേരാമ്പ്രയെ വിദ്യാഭ്യാസ വകുപ്പിന്റെ പരിപാടികളിൽ ഇനി പങ്കെടുപ്പിക്കില്ല. മുസ്ലിം വേഷധാരിയെ തീവ്രവാദിയായി ചിത്രീകരിച്ചായിരുന്നു സ്വാഗതഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം. സിപിഎമ്മും ലീഗും ഉൾപ്പെടെ മാതാ പേരാമ്പ്രയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ടിരുന്നു. കോഴിക്കോട് നടന്ന 61ാമത് സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചായിരുന്നു ദൃശ്യാവിഷ്കാരം. മുസ്ലിം വേഷധാരിയെ തീവ്രവാദിയായി ചിത്രീകരിച്ചതിൽ വ്യാപക വിമർശനമുയർന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും വേദിയിലിരിക്കെ നടന്ന ദൃശ്യാവിഷ്കാരത്തിനെതിരെ ലീഗും മറ്റു മുസ്ലിം സംഘടനകളും രംഗത്ത് വന്നതിന് പിന്നാലെ സിപിഎമ്മും നടപടി ആവശ്യപ്പെട്ടു. സ്വാഗതഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരമൊരുക്കിയ സംഘപരിവാർ അനുകൂല സംഘടനയായ മാതാ പേരാമ്പ്രയെ വിദ്യാഭ്യാസ വകുപ്പിന്റെ പരിപാടികളിൽ ഇനി പങ്കെടുപ്പിക്കില്ലെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയെ അറിയിച്ചത്. പരാതി വന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ഭാവിയിൽ ഇത്തരം ആക്ഷേപങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്നും ലീഗ് MLA UA ലത്തീഫിന്റെ ചോദ്യത്തിന് മറുപടിയായി മന്ത്രി വിശദീകരിച്ചു. വിമർശനമുയർന്നപ്പോൾ തന്നെ മാതാ പേരാമ്പ്രയെ സ്കൂൾ കലോത്സവത്തിൽ നിന്ന് വിദ്യാഭ്യാസ വകുപ്പ് വിലക്കിയിരുന്നു. മീഡിയ 1 തിരുവനന്തപുരം. കണ്ണൂരിലെ ഗുണ്ടാ സംഘങ്ങളുമായുള്ള CPM നേതൃത്വത്തിന്റെ ബന്ധം അന്വേഷിക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കും. ആകാശ് തില്ലങ്കേരിയുടെ ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളാകും പ്രതിപക്ഷം സർക്കാരിനെതിരെ ഇന്ന് ആയുധമാക്കുക. കഴിഞ്ഞ 2 ദിവസവും പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചിരുന്നു. മുഖ്യമന്ത്രിയെ ഭയന്ന സ്പീക്കർ പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ ഹനിക്കുകയാണെന്നാണ് ആരോപണം. ഇത്തരം സമീപനം തുടർന്നാൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന മുന്നറിയിപ്പും പ്രതിപക്ഷ നേതാവ് നൽകിയിട്ടുണ്ട്.